വിശദമായ വാർത്തയിലേക്ക്. വയനാട് DCC അധ്യക്ഷനായ TJ ഐസക്കിനെ നിയമിച്ചു. ND അപ്പച്ചൻ രാജിവെച്ചതോടെയാണ് TJ ഐസക്കിനെ നിയമിച്ചിരിക്കുന്നത്. ND അപ്പച്ചനെ AICC അംഗമാക്കി. വയനാട്ടിൽ വലിയ സംഘടനാ പ്രശ്നങ്ങളില്ലെന്നും എല്ലാവരെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ടു പോകുമെന്നും TJ ഐസക് മീഡിയ വണ്ണോട് പറഞ്ഞു. പാർട്ടി ഒറ്റക്കെട്ടായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുമ്പോട്ട് പോകുക. അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം വയനാട് ജില്ലയിൽ കരസ്ഥമാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം. അല്ല, പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ചൊന്നും നമ്മളിപ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്ക് അഭിപ്രായമില്ല. എല്ലാവരെയും ഒറ്റക്കെട്ടായി കൂട്ടി യോജിപ്പിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ വയനാട് ജില്ലയ്ക്കകത്തുള്ളൂ സംഘടനാപരമായി. വിവരങ്ങളുമായി സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ, പുതിയ നിയമനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഒപ്പം തന്നെ പുതിയ DCCയുടെ അധ്യക്ഷന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. ധന്യ, വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷനായി TJ ഐസക്കിനെ തെരഞ്ഞെടുത്തു. താൽക്കാലിക ചുമതല നൽകുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം വിട്ട് AICC നേരിട്ട് സ്ഥിരം അധ്യക്ഷനെ പ്രഖ്യാപിക്കുകയായിരുന്നു. നിലവിൽ കൽപ്പറ്റ നഗരസഭയുടെ ചെയർമാനാണ് ഐസക്. നേരത്തെ AD അപ്പച്ചനെ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് പിന്നാലെ ഇദ്ദേഹത്തിന് താൽക്കാലിക ചുമതല നൽകിയിരുന്നു. ഈ താൽക്കാലിക ചുമതല നൽകിയ ആളെ തന്നെ DCCയുടെ സ്ഥിരം അധ്യക്ഷനായി നിയമിക്കാനായിരുന്നു തീരുമാനം. നേരത്തെ ജില്ലയിൽ ഒരു താൽക്കാലിക അധ്യക്ഷനെ നിയമിക്കുമെന്നായിരുന്നു കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നുള്ള വിവരം. എന്നാൽ വളരെ പെട്ടെന്നുള്ള തീരുമാനത്തിലൂടെയാണ് AICC സ്ഥിരം നിയമനം നടത്തിയിരിക്കുന്നത്. T സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ ഐസക്കിനെ പിന്തുണച്ചുവെന്നാണ് വിവരം. തദ്ദേശ തെരഞ്ഞെടുപ്പും അതിന് തൊട്ടു പിന്നാലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അടിയന്തരമായി തന്നെ ഒരു സ്ഥിരം അധ്യക്ഷനെ നിയമിക്കണമെന്ന ആവശ്യം കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഐസക്കിനെ സ്ഥിരം അധ്യക്ഷനായി നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം AICC പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, AD അപ്പച്ചൻ അദ്ദേഹം ഏതാണ്ട് 16 വർഷക്കാലം വയനാട്ടിൽ DCCയുടെ അധ്യക്ഷനായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് മുന്നോട്ട് പോകരുത് എന്നൊരു നിലപാട് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ എടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ AICC അംഗമാക്കി നിയമിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനവും AICCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അതിന്റെ മാത്രമല്ല നാളെ APC അധ്യക്ഷൻ വയനാട് ജില്ലയിലുണ്ട്. അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇത്തരത്തിലൊരു നിയമനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ശരി സുനിൽ.